ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കിടിലൻ ടിപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ടിപ്പ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി വാട്സപ്പിന്റെ അകത്തുള്ള ഒരു കിടിലൻ ട്രിക്കിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മളെല്ലാവർക്കും വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ അത് സ്റ്റിക്കർ രൂപത്തിൽ നമുക്ക് അയക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, വാട്സപ്പിന്റെ അകത്ത് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ സ്റ്റിക്കറുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഓരോ ആവശ്യത്തിനും സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പ് തന്നെ പുതിയൊരു അപ്ഡേഷനിൽ ഇങ്ങനൊരു ഓഫർ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കണ്ടന്റ്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് നമുക്ക് സ്റ്റിക്കർ രൂപത്തിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലോ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കിടിലൻ ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഏത് ചാറ്റാണോ അല്ലെങ്കിൽ ഗ്രൂപ്പാണോ സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ചാറ്റാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ചാറ്റ് സെലക്ട് ചെയ്തു. ഇപ്പം അതിൻ്റെ അകത്തോട്ട് നമുക്കൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യണം. ഹലോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഈ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുമ്പോൾ നോർമൽ രീതിയിലാണ് ഹലോ എന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ സെൻഡ് ചെയ്യുന്ന ഹലോ എന്ന് പറയുന്നത് ഒരു സ്റ്റിക്കർ രൂപത്തിൽ കുറച്ച് അലൈൻമെന്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു സ്റ്റിക്കർ രൂപത്തിൽ നമുക്കൊന്ന് അയക്കണം. അത് കാണുമ്പോൾ ഒരു അടിപൊളിയായിട്ട് തോന്നണം, ഒരു സ്റ്റിക്കറാന്നൊക്കെ തോന്നണം. അങ്ങനെ അയക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഇമോജിയുടെ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു ഐക്കൺ കണ്ടോ, ഒരു 3-4 ബാർ ആയിട്ടുള്ള ഒരു മെസ്സേജിന്റെ ഒരു ഐക്കൺ കാണുന്നുണ്ട്. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ അതൊരു സ്റ്റിക്കർ രൂപത്തിലായി. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് എല്ലാം ഒരു സ്റ്റിക്കർ രൂപത്തിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റിക്കർ അയക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. നിങ്ങൾ ടൈപ്പ് ചെയ്ത വേർഡെല്ലാം ഒരു സ്റ്റിക്കർ രൂപത്തിൽ സെൻഡ് ആവുന്നതാണ്. കണ്ടോ, അത് നമുക്ക് ആഡ് ടു ഫേവറേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് അത് ആഡായി കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ അത് ആഡ് ടു ഫേവറേറ്റ് കൊടുത്തു. കണ്ടോ, ഇപ്പം നമ്മുടെ അത് ഫേവറേറ്റിലേക്ക് ആഡായി. ഇനി നമ്മളെപ്പോഴും മെസ്സേജ് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹലോ എന്ന് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫേവറേറ്റിൽ നിന്നും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് ആവുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എത്ര ടെക്സ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിക്കർ ആക്കാൻ പറ്റും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഇത്രയും വേർഡ് ടൈപ്പ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് സ്റ്റിക്കറാക്കി സെൻഡ് ചെയ്യണം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റിക്കറിന്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്റ്റിക്കർ ആവുന്നതാണ്. അപ്പം വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഒരു ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറിയുടെ വിഷസ് ഒക്കെ അറിയിക്കുന്നതിനോ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വേറെ സ്റ്റിക്കർ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വാട്സപ്പിന്റെ അകത്ത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇപ്പം ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇതെനിക്കൊരു സ്റ്റിക്കറായിട്ട് സെൻഡ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഒരു വിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നണമെങ്കിൽ ഒരു സ്റ്റിക്കർ രൂപത്തിലേക്ക് അയക്കുവാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. നമ്മൾ മെസ്സേജ് അയക്കുന്നതിനേക്കാളും കൂടുതൽ ഇതുപോലത്തെ സ്റ്റിക്കറുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ കാണുന്നവർക്ക് കുറച്ചും കൂടെ ഇംപ്രഷൻ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എഴുതി ഈ മെസ്സേജ് ഒന്ന് നമുക്ക് സ്റ്റിക്കറാക്കി മാറ്റണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മുടെ സ്റ്റിക്കറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പോപ്പപ്പ് വന്ന ആ സ്റ്റിക്കറിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ ഫ്രണ്ടിന് അതൊരു ബർത്ത്ഡേ വിഷായിട്ട് ഒരു സ്റ്റിക്കറായിട്ട് മാറി അത് സെൻഡ് ആവുന്നതായിരിക്കും. അത് നമുക്ക് നമ്മുടെ ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതുപോലുള്ള വാട്സപ്പിലെ ചെറിയ ചെറിയ ട്രിക്കുകളും മെത്തേഡുകളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് നമ്മുടേത്. ചാനലിൽ ഇടുന്ന ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണുകൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സ് ഉണ്ട്. ആ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്.